നിങ്ങൾ മാസം ഒരു 5000 രൂപ വീതം കുറച്ച് നാളത്തേക്ക് എനിക്ക് തരാമോ? ഞാനതൊരു 1 കോടി രൂപയാക്കി നിങ്ങൾക്ക് തിരിച്ചു തരാം. ആരും ഞെട്ടണ്ട, തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമല്ല പറയുന്നത്. ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ഫിനാൻഷ്യൽ സേവിങ്സ് ഒരു ലോങ് ടൈമിൽ എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് ഉള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പേര് ടിൻസു മാത്യു. ചങ്ങനാശ്ശേരിയിൽ എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായ സൂര്യൻ്റെ ഊർജ്ജം ഉപയോഗിച്ച് സോളാർ വൈദ്യുതി അല്ലെങ്കിൽ സോളാർ പവർ സിസ്റ്റംസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നും അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 2 രീതിയിലാണ് പ്രധാനമായ സിസ്റ്റംസ് ഉള്ളത്. ഒന്ന് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം, മറ്റൊന്ന് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം. ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഓൺ ടു ദ ഗ്രിഡ്, KCB ഗ്രിഡുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ്. ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഈ ഗ്രിഡുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാതെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്. ഇതിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റംസിന് കുറച്ച് ന്യൂനതകൾ ഉണ്ട്. ഉദാഹരണത്തിന് അതിന് ബാറ്ററി കൂടി അഡീഷണലായിട്ട് വേണ്ടി വരുന്നത് കൊണ്ട് ബാറ്ററിയുടെ കോസ്റ്റ് ഒരു 30% അഡീഷണൽ കോസ്റ്റ് വരുന്നു. ഈ ബാറ്ററിയുടെ മെയിൻ്റനൻസും ബാറ്ററിയുടെ ലൈഫും ഈ സിസ്റ്റം കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 5 വർഷം അല്ലെങ്കിൽ മാക്സിമം 6-8 വർഷമൊക്കെയാണ് ബാറ്ററിയുടെ ലൈഫ്. അപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരുന്നുണ്ട് ബാറ്ററി സിസ്റ്റംസിൽ. പിന്നെ കൺവേർഷൻ ലോസ്, DC-യിൽ നിന്ന് DC ആക്കി സ്റ്റോർ ചെയ്ത് പിന്നെ AC ആക്കി തിരിച്ചെടുക്കുമ്പോഴുള്ള കൺവേർഷൻ ലോസുകൾ. ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഒരു കസ്റ്റമർ ഗൾഫിലാണെങ്കിൽ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ ബാറ്ററി ഫുള്ളാവും. അപ്പോൾ ഉപയോഗം കുറവുള്ള സമയത്ത് പിന്നുള്ള പവർ വേസ്റ്റ് ആവും. പക്ഷേ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലാണെങ്കിൽ ഒരു വർഷത്തെ ഇയർലി ആവറേജ് എത്രയാണോ ഉപയോഗം അതനുസരിച്ച് സിസ്റ്റം ഡിസൈൻ ചെയ്താൽ എക്സസ് ഉള്ള പവർ KCB-യിലേക്ക് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറോൾ നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റംസാണ് സാമ്പത്തികമായി കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്. പക്ഷേ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് ബാക്കപ്പ് ഇല്ല, ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് പോകുമ്പോൾ ഒരു ഫെയിലിയർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഒരു സാധാരണ ഒരു ഇൻവേർട്ടർ ബാറ്ററിയിലൂടെ സാധാരണ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും നമുക്ക് കറണ്ട് പോകുമ്പോൾ ലൈറ്റും ഫാനുമാണ് ബാക്കപ്പ്. അതിനൊരു 150 Hൻ്റെ ഒരു ബാറ്ററിയും ഒരു 1 kVയുടെ ഇൻവേർട്ടറും ഉണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴും ബാറ്ററി ഇല്ലാതെ ലോ കോസ്റ്റിൽ മാക്സിമം എനർജി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഓൺ ഗ്രിഡിനാണ് സാധ്യതകളും പ്രചാരവും ഏറുന്നത്. ഗവൺമെൻറ് സപ്പോർട്ട്സും കൂടുതലായിട്ട് നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റംസിന് പല വിധേനയുണ്ട്. ഇപ്പം KCB നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എടുക്കുന്ന സാധാരണ വീടുകൾക്ക് 2 മാസത്തിലൊരിക്കൽ, കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്ക് കണക്റ്റഡ് ലോഡ് കൂടുതലുള്ള കേസുകളിൽ മാസത്തിലൊരിക്കലാണ്. അപ്പോൾ നമ്മുടെ ഈ ബില്ല് റീഡിംഗ് എടുക്കുമ്പോൾ KCB ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യുന്നത് ഒരു മാസം ആകെ എത്ര യൂണിറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു, ആകെ എത്ര യൂണിറ്റ് ഇങ്ങോട്ടെടുത്തു. ഇതിൻ്റെ ഡിഫറൻസാണ് നമ്മുടെ വൈദ്യുതി ബില്ല്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കൊടുത്തതാണ് കൂടുതലെങ്കിൽ നമുക്കവിടെ ക്രെഡിറ്റ് ആയിട്ട് കിടക്കും. നമുക്ക് അടുത്ത വരുന്ന മാസങ്ങളിൽ കൂടുതലായിട്ട് AC ഉപയോഗിച്ചോ മറ്റോ ഒക്കെ തീർക്കാം. അതല്ല നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ് കൂടുതൽ, അതായത് 1000 യൂണിറ്റ് നമ്മൾ എടുത്തു, 900 യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളെങ്കിൽ ആ 100 യൂണിറ്റിൻ്റെ പൈസ മാത്രം നമ്മൾ അടച്ചാൽ മതി. സോളാറിൻ്റെ ഫിനാൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി വരുന്നതിലെ മറ്റൊരു പ്രധാന പോയിൻറ്റ്, നമ്മുടെ വൈദ്യുതി ബില്ല് ഏതാണ്ട് ഒരു 4000 രൂപയിൽ കൂടുതലാണെങ്കിലാണ് ഇത് സാമ്പത്തികമായി ലാഭകരമാകുന്നത്. കാരണം അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 4000 എബോവ് ആണ് ഇലക്ട്രിസിറ്റി ബില്ലെങ്കിൽ ധൈര്യമായിട്ട് ഒരു സോളാർ സിസ്റ്റത്തിലേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. കാരണം പാനൽസിന് നമുക്ക് 25 ഇയർ വാറണ്ടി ഉണ്ട്. ഇൻവേർട്ടേഴ്സ്, ഗ്രിഡ് ടൈം മെഷീൻസിന് 5 ഇയർ സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട്. അത് എക്സ്റ്റെൻഡഡ് വാറണ്ടിക്കുള്ള ഓപ്ഷൻസും പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി ഒറ്റയടിക്ക് നമുക്ക് ഈ 2 ലക്ഷം അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിലും കൺസേൺ ആവേണ്ട കാര്യമില്ല. കാരണം ഹൗസിംഗ് ലോണുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എൻഹാൻസ് ചെയ്ത് അല്ലെങ്കിൽ പേഴ്സണൽ ലോണായിട്ടൊക്കെ സോളാറിന് ലോണിനുള്ള സാധ്യതകളുണ്ട്. ഇനി ബിസിനസ് സ്ഥാപനങ്ങൾക്കാണെങ്കിൽ അവരുടെ OD എൻഹാൻസ് ചെയ്തോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് SBI പോലുള്ള ബാങ്കുകൾ കൊളാട്രൽ ഫ്രീ ആയിട്ട് സോളാറിനുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലോൺസ് പ്രയോറിറ്റി സെക്ടറിൽ തന്നെയാണ്. കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ആ ലോൺസ് അവൈൽ ചെയ്തുകൊണ്ട് നമുക്ക് സോളാറിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മളൊരു ലോൺ എടുക്കുക എന്ന് പറയുമ്പം എല്ലാവർക്കും പേടിയാണ്. കാരണം പിന്നീട് അതിൻ്റെ EMI എന്നൊരു ബാധ്യത നമ്മുടെ തലയിൽ വരുവാണ്. പക്ഷേ സോളാർ ലോണിന് ഞങ്ങൾ കസ്റ്റമേഴ്സിനോട് പറയും EMI വേണ്ടാത്ത ലോണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോളാർ വെച്ചാലും ഇല്ലെങ്കിലും, ഇപ്പോൾ ഉദാഹരണം എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ല് 10000 രൂപയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ സോളാർ വെച്ചാലും ഇല്ലെങ്കിലും ഈ 10000 രൂപ ഞാൻ അടയ്ക്കുന്നു. അപ്പോൾ ഞാൻ ലോൺ എടുത്തിട്ട് ഈ 10000 രൂപ ബാങ്കിലോട്ട് കൊടുക്കുന്നു. ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷ കാലം കൊണ്ട് ലോൺ തീരുന്നു.
ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഫ്രീ ആവുന്നു. പിന്നീട് ഈ 10,000 വീതമുള്ള എമൗണ്ട് എനിക്ക് സേവിങ്സ് ആയിട്ട് വരുവാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഒരു ചെറിയ എമൗണ്ട്, ഒരു 5,000 കുറച്ച് വർഷത്തേക്ക് തന്നാൽ ഒരു കോടിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. അത് ഞാൻ ഈ ഒരു ഫിഗറാണ് പറഞ്ഞത്. റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിന് സോളാർ കമ്മീഷനിങ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു 100 രൂപ 200 രൂപ ഫിക്സഡ് ചാർജ് മാത്രമേ മാസം അടയ്ക്കേണ്ടി വരത്തുള്ളൂ. കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സിനും അവരുടെ കോൺട്രാക്ട് ഡിമാൻഡ് അല്ലെ കണക്റ്റഡ് ലോഡിനനുസരിച്ചുള്ള ഒരു 500 1000 അല്ലെ എത്രയാണോ ആ ഒരു തുക മാത്രം ഫിക്സഡ് ചാർജായി അടച്ചാൽ മതി. ബാക്കി വൈദ്യുതി ബില്ലിൽ നിന്ന് നിങ്ങളൊരു ലോങ് ടൈമിലേക്ക് മുക്തമാവുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പാനലിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ DC DBയിലാണ് വരുന്നത്. ഈ DC പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഇതിലുണ്ട്. അതിൽ നിന്ന് ഈ ഗ്രിഡ് ടൈം മെഷീൻ ഇൻവേർട്ടറിലേക്ക് വരുന്നു. ഇൻവേർട്ടറിൽ നിന്ന് ഇതിനെ AC കറണ്ടാക്കി കൺവേർട്ട് ചെയ്ത് നേരെ ടോട്ടൽ പ്രൊഡക്ഷൻ അറിയാനുള്ള സോളാർ മീറ്റർ, അതിനുശേഷം KSEBയുടെ നെറ്റ് മീറ്ററിലേക്കാണ് ഫീഡ് ചെയ്തത്. ഈ നെറ്റ് മീറ്റർ എന്ന് പറയുന്നത് റീഡിങ് എല്ലാ മാസവും റീഡിങ് എടുക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എത്ര യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തുവെന്നും എത്ര യൂണിറ്റ് ഇങ്ങോട്ട് എടുത്തുവെന്നും സെപ്പറേറ്റ് ആയിട്ട് അളക്കാൻ അറിയാവുന്ന ഒരു മീറ്ററാണ്. ആ മീറ്ററിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബില്ലിംഗ് ആണ് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കമ്പനി. ഏത് സോളാർ EPC കമ്പനിയെ കൊണ്ടാണ് നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യിക്കാൻ പോകുന്നത്, അത് സെലക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം ക്രെഡിബിൾ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് ടീമിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു കമ്പനിയെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. കാരണം അവരൊരു നല്ല പ്രൊഡക്റ്റും നല്ല സർവീസും നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രൊവൈഡ് ചെയ്തേക്കാം. അത് ഒരു ഏറ്റവും മേജറായിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം അവരുടെ ആഫ്റ്റർ സെയിൽസും സിസ്റ്റം മെയിൻ്റനൻസും ക്വിക്കായിട്ടുള്ള റെസ്പോൺസുകളും ഒരുപക്ഷെ KSEB ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ക്ലാരിഫിക്കേഷൻ ക്ലിയർ ചെയ്യുമോ, അല്ലെങ്കിൽ വലിയ പ്രൊജക്റ്റുകളാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അപ്രൂവൽസും മറ്റ് കാര്യങ്ങളും അധികം കാലതാമസം ഇല്ലാതെ ക്വിക്കായിട്ട് എടുക്കാനും ഈ കാര്യങ്ങളെല്ലാം ആ കമ്പനിയുടെ ക്വാളിറ്റിയെയും എക്സ്പീരിയൻസിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, ഇപ്പം മാർക്കറ്റിൽ പല രീതിയിലുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഈ നിലവിലുള്ള ഗവൺമെൻറ് റൂൾ അനുസരിച്ചിട്ട് ഇന്ത്യയിൽ സോളാർ ഓൺ ഗ്രിഡ് പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ ALMM അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെ പാനലുകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇന്ത്യൻ ബ്രാൻഡുകളിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സോളാർ പാനൽ ബ്രാൻഡുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പ്രോഡക്ട്സ്, ഈ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സ് നമ്മൾ പെട്ടെന്ന് സോളാർ ചെയ്യുമ്പോൾ എല്ലാവരും പാനലും ഇൻവേർട്ടറും മാത്രമായിരിക്കും നോക്കുന്നത്. ബാക്കി സ്ട്രക്ചർ, ACDB DCDB, ബാക്കി ബിൽ ഓഫ് മെറ്റീരിയൽസും ഒക്കെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുക. ഈ കമ്പനി കൃത്യമായിട്ട് ആഫ്റ്റർ സെയിൽസ് തരുന്നതാണ്, കൊടുക്കുന്നതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അത് എല്ലാവരും പറയുമ്പം ഞങ്ങൾ നല്ല കമ്പനിയാണ്, നന്നായിട്ട് സർവീസ് ചെയ്യും, നന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും എന്നൊക്കെ പറയും. പക്ഷേ അത് എൻ്റെ കമ്പനിയാണെങ്കിലും ഏത് കമ്പനിയാണെങ്കിലും നിങ്ങൾ റാൻഡമായിട്ട് അവരുടെ കുറച്ച് കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്ത് അവരോട് ഫോൺ വിളിച്ച് സംസാരിക്കുകയോ സാധിക്കുമെങ്കിൽ 1-2 സൈറ്റുകൾ നേരിട്ട് വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇന്ത്യ ഗവൺമെൻറ് സോളാർ പ്രൊജക്റ്റുകൾക്ക് ഒത്തിരി സബ്സിഡികൾ മറ്റ് ഗവൺമെൻറ് സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ലോങ് ടൈം മിഷൻ ഇന്ത്യ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. അതിനെ ചൂടുപിടിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ല രീതിയിൽ റിന്യൂവബിൾ എനർജി പ്രൊമോഷൻ ആക്ടിവിറ്റികൾ വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KSEB ത്രൂ തന്നെ സബ്സിഡി പ്രോഗ്രാംസ് റണ്ണിങ് ആണ്. അപ്പം അത്തരത്തിലുള്ള സ്കീമുകളിലൂടെ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെയും ഉറപ്പ് കിട്ടുവാണ് ഒരു പരിധിവരെ. കാരണം അവർ MNRE അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആ സ്പെസിഫിക്കേഷൻ പാലിക്കുന്ന രീതിയിലുള്ള പാനലുകളും ഇൻവേർട്ടറുകളും മറ്റ് പ്രോഡക്ട്സും ആയിരിക്കണം അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിൽ ഉപയോഗിക്കേണ്ടത്. അത് അവരുടെ സൈഡിൽ നിന്നുള്ള ഇൻസ്പെക്ഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ക്വാളിറ്റി നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ സാധിക്കും. നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് സോളാർ പ്രൊജക്റ്റുകൾക്ക് 40% സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നു. 40% എന്ന് കേൾക്കുമ്പം ഒരു ചെറിയ കൺഫ്യൂസിംഗ് ആണ്. അതായത് അവർ ഒരു ബെഞ്ച് മാർക്ക് കോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹയർ കപ്പാസിറ്റിയുടെയും അല്ലെങ്കിൽ ബൾക്ക് വോളിയം വൈസ് ചെയ്യുമ്പോൾ ഉള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെയൊക്കെ കോസ്റ്റിംഗ് വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു വളരെ ചെറിയൊരു റേറ്റാണ്. ആ റേറ്റ് ആയിരിക്കത്തില്ല മാർക്കറ്റിലെ പ്രാക്ടിക്കൽ റേറ്റ്. ആ ബെഞ്ച് മാർക്ക് കോസ്റ്റിൻ്റെ 40% 3 കിലോവാട്ടും അതിന് താഴെയുള്ളതിനും 3-ന് മുകളിലുള്ള സിസ്റ്റംസിന് 20% സബ്സിഡിയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ MNRE ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന സ്കീമിൽ കേരളത്തിൽ ഒരു 300ഓളം കമ്പനികൾ എംപാനൽഡാണ്. ഈ കമ്പനികൾ ത്രൂ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്സിഡി എമൗണ്ട് അവൈൽ ചെയ്യാൻ സാധിക്കും. ഇനി എല്ലാവരുടെയും ഏറ്റവും പ്രധാനമായ ഒരു സംശയം ഈ സിസ്റ്റത്തിൻ്റെ പ്രൊജക്റ്റ് കോസ്റ്റ് എത്രമാത്രം വരുമെന്നുള്ളതായിരിക്കാം. സാധാരണ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പം കോസ്റ്റ് കോമൺ ആയിട്ട് പറയത്തില്ല. കാരണം കോസ്റ്റിനെ പറ്റിയാണ് ഒത്തിരി തർക്കങ്ങളും കമൻറ്റ് ബോക്സിലുള്ള പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ഉണ്ടാകുന്നത്. എങ്കിലും ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ കോസ്റ്റ് പറയാം. കാരണം കോസ്റ്റ് പറയാനുള്ള ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ സൈറ്റിലെ റൂഫ് എങ്ങനെയാണ്, അതിൻ്റെ കണ്ടീഷൻ, അതുപോലെ AC DC കേബിളിങ്ങുകളുടെ ലെങ്ത്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് പോളിക്രിസ്റ്റലൈൻ പാനൽ, മോണോപ്പർക്ക്, ഹാഫ് കട്ട്, ലേറ്റസ്റ്റ് ടെക്നോളജികളിലുള്ള പാനൽ അവൈലബിൾ ആണ്.
അങ്ങനെയുള്ള പാനൽ ഏതാണ് ഉപയോഗിക്കുന്നത്. ചില കമ്പനികൾ സർവീസ് കൊടുക്കാറില്ല. ചിലർ 3 വർഷത്തേന് ഫ്രീ സർവീസ് ഉണ്ട്, ചിലർ 5 വർഷത്തേന് പാനൽ വാഷിംഗ് ഉൾപ്പെടെയുള്ള ഫ്രീ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സർവീസ് ടേംസ് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ഇരിക്കുന്നത്. റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളുടെ കേസ് പറഞ്ഞാൽ സാധാരണ ഒരു 4000-നും 6000-നും ഇടയ്ക്ക് കറണ്ട് ബില്ലുള്ള വീടാണെങ്കിൽ 3 കിലോവാട്ട് ചെയ്താൽ മതി. 6000-നും 10000-നും ഇടയ്ക്കാണെങ്കിൽ 5 കിലോവാട്ട്. 10,000-നും 20,000-നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് 10 കിലോവാട്ടോ 8 കിലോവാട്ടോ കപ്പാസിറ്റിയിലോട്ടൊക്കെ പോകാം. നമുക്കിപ്പം പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ കറണ്ട് ബില്ല് എമൗണ്ട് എത്ര വരുമെന്ന് അറിയില്ലെങ്കിൽ വേറൊരു എളുപ്പവഴി പറഞ്ഞുതരാം. അതായത് ഒരു സാധാരണ ഉപയോഗങ്ങളും 1-2 AC-യുടെ വളരെ കൺട്രോൾഡ് യൂസേജും ആണെങ്കിൽ ഒരു 3 കിലോവാട്ട് മതിയാവും. പക്ഷേ 2-3 AC അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു 5 കിലോവാട്ടിലോട്ട് പോകും. ഈ മോട്ടർ, ഫ്രിഡ്ജ്, ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഏകദേശം കോമണാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ AC-യുടെ ഉപയോഗത്തെ എടുത്ത് പറയുന്നത്. AC അനുസരിച്ചാണ് ഒരു മേജർ ഡിഫറൻസ് ഇലക്ട്രിസിറ്റി ബില്ലിൽ വരുന്നത്. അപ്പോൾ പക്ഷേ സെൻട്രലൈസ്ഡ് AC അല്ലെങ്കിൽ 4-5 AC അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ 10 കിലോവാട്ടോ അതിന് മുകളിലോട്ടോ ഉള്ള കപ്പാസിറ്റിയിലേക്ക് പോകേണ്ടി വരും. കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളും ഇതുപോലെ തന്നെ കറണ്ട് ബില്ല് നോക്കി അതനുസരിച്ച് 1 കിലോവാട്ട് സോളാറിൽ ഒരു ഇയർലി ആവറേജ് 4 യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ കണക്ക് നോക്കി ഇപ്പോൾ നമ്മൾ 10 കിലോവാട്ട് വെച്ചാൽ 40 യൂണിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഫിഗർ വെച്ച് നമുക്ക് ഏകദേശം എത്ര കിലോവാട്ട് നമുക്ക് വേണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒരു 3 കിലോവാട്ടിന് ഒരു ആവറേജ് സൈറ്റ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് സൈറ്റ് ആണെങ്കിൽ ഒരു മോണോപ്പർക്ക് ഹാഫ് കട്ട് ടെക്നോളജിയിലുള്ള ഏറ്റവും നല്ല പാനലുകൾ ഉപയോഗിച്ച് ചെയ്താൽ ഏതാണ്ട് ഒരു 2,40,000 രൂപയാണ് ചിലവ് വരുന്നത്. ഇത് തന്നെ ഏതാണ്ട് ഒരു 15-20% വരെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചും പ്രൊഡക്റ്റ് അനുസരിച്ചും കമ്പനി അനുസരിച്ചും ഒക്കെ കൂടിയും കുറഞ്ഞു വരിക്കും. ഒരു 5 കിലോവാട്ട് കോസ്റ്റ് വരുമ്പം ഏതാണ്ട് ഒരു 3,60,000 രൂപയാണ് വരുന്നത്. 10 കിലോവാട്ട് ഏതാണ്ട് ഒരു 6.5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയാണ് കോസ്റ്റ് വരുന്നത്. റെസിഡൻഷ്യലിൻ്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞത് ഇൻക്ലൂഡിങ് ടാക്സ് ആണ്. കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ ഞാൻ പറഞ്ഞത് 1 കിലോവാട്ടിന് 45,000 മുതൽ 55,000 രൂപ വരെ. അത് പ്ലസ് ടാക്സ് ആണ് അതിൻ്റെ കോസ്റ്റ് ഏകദേശം വരുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫോണിൽ നമുക്ക് ഓരോ ദിവസത്തെ പ്രൊഡക്ഷൻ, മാസത്തെ പ്രൊഡക്ഷനൊക്കെ അറിയാനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാ ബ്രാൻഡുകൾക്കും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് KCBയുടെ മീറ്ററിലോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഗ്രിഡ് മെഷീനിലോ ഒക്കെ ചെക്ക് ചെയ്തും ഓരോ ദിവസത്തെ ഉൽപ്പാദനവും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ പെർഫോമൻസും അക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ നമുക്കുണ്ട്. അത് നമ്മൾ സോളാറിനെ പറ്റി പറയുമ്പോൾ സാമ്പത്തിക ലാഭത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരാ. കാരണം ഇന്ന് ഇന്ത്യയിൽ 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഏതാണ്ട് 800 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് പുറന്തള്ളപ്പെടുന്നത്. അപ്പം നമ്മളൊരു 5 കിലോവാട്ട് സോളാർ സിസ്റ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 3000 മരങ്ങൾ വെക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, 3000 മരങ്ങൾ വെക്കണമെങ്കിൽ എത്ര ഏക്കർ സ്ഥലം നമുക്ക് വേണമെന്ന്. അത്രയും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടെയാണ് നമ്മൾ ഈ റിന്യൂവബിൾ എനർജിയിലേക്ക് തിരിയുന്നതിലൂടെ ചെയ്യുന്നത്. ഒരു നല്ല ഭാവിക്കായിട്ട്. കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് മരങ്ങൾക്ക് ഓക്സിജനാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഈ 3000 മരങ്ങൾക്ക് തുല്യമാണ് ഇത്രയും വലിയൊരു സോളാർ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത്. നമുക്കൊരു 5 കിലോവാട്ട് സോളാർ ചെയ്യാൻ ഒരു 300 സ്ക്വയർ ഫീറ്റ് മതി. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് ഡൽഹിയിലൊക്കെ പുകയും മഞ്ഞും പൊടിപടലങ്ങളും ഒക്കെ കൂടുന്നു, വിഷവാതകം കൂടുന്നു എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ പോലും ഇടയ്ക്ക് ഫോഗ് ഉണ്ടാകുന്ന ഇഷ്യൂസിനെ പറ്റി പത്രത്തിൽ വായിക്കാറുണ്ട്. അപ്പം ഒരു നല്ല ഭാവിക്ക് വേണ്ടി റിന്യൂവബിൾ എനർജിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എനിക്ക് ഈ അറിവുകൾ കിട്ടിയതും എന്നെ ഇത്രയും ആക്കിയതും എൻ്റെ കമ്പനി തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്വിക്കായിട്ട് എൻ്റെ കമ്പനിയെ പറ്റി കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങൾ 2017 ചങ്ങനാശ്ശേരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ പാർട്ട്ണർ ലിബിൻ ബോബനും പാലായിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇപ്പം 6 വർഷം കഴിഞ്ഞു. ദൈവാനുഗ്രഹത്താൽ ഒരു 25ഓളം എംപ്ലോയീസ് ഉള്ള ഒരു നല്ല ടീമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ഏറ്റവും മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ടീം. ഞാനും എൻ്റെ പാർട്ട്ണറും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അങ്ങനെ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം, സൂപ്പർവൈസേഴ്സ് ഉൾപ്പെടെ എല്ലാ സൈറ്റും ഒരു എഞ്ചിനീയർ നിന്ന് സൂപ്പർവൈസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ടീം സ്ട്രെങ്ത് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമ്മളുടെ കഴിഞ്ഞ കാലയളവിലെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റും ഒക്കെ കൊണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ വർഷത്തെ റിന്യൂവബിൾ എനർജിയിലെ യങ് എൻ്റർപ്രണർ കാറ്റഗറിയിലുള്ള അവാർഡ് റണ്ണറപ്പായിട്ട് നമ്മുടെ കമ്പനീനെയാണ് സെലക്ട് ചെയ്തിരുന്നത്. നമുക്ക് ഈ കാലയളവിൽ കിട്ടിയ ഏറ്റവും വലിയൊരു റെക്കഗ്നീഷനായിരുന്നു അത്. കാരണം നമ്മുടെ പ്രോജക്റ്റ് എക്സ്പീരിയൻസുകൾ, നമ്മുടെ വർക്ക് ക്വാളിറ്റി, കസ്റ്റമേഴ്സിൻ്റെ ആഫ്റ്റർ സെയിൽ സാറ്റിസ്ഫാക്ഷന്, മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ റിന്യൂവബിൾ എനർജി മേഖലയിലുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻസ്, സോഷ്യൽ ആക്ടിവിറ്റികൾ, ഇതെല്ലാം നോക്കിയാണ് നമുക്ക് ആ ഒരു അവാർഡിന് അർഹമായത്. അതിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് റെസിഡൻഷ്യൽ സെഗ്മെൻറ്റിൽ 3 കിലോവാട്ട് മുതൽ 10-20 കിലോവാട്ട് വരെ വീടുകളിൽ ചെയ്ത കസ്റ്റമേഴ്സുണ്ട്. അതുകൂടാതെ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകൾ
20, 50, 100, 150 ഒക്കെയുള്ള വലിയ പ്രൊജക്റ്റുകൾ പലതും നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ഓൾ കേരള നമ്മുടെ പ്രൊഫൈലിൽ മൊത്തം കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റുണ്ട്. അതിൽ നിന്ന് റാൻഡമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്ത് അവരോട് വിളിച്ച് അഭിപ്രായം തിരക്കിയതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതിയെന്ന് നമ്മൾ കോൺഫിഡൻ്റായിട്ട് പറയാൻ സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഒരു 40% റിപ്പീറ്റഡ് ഓർഡേഴ്സ് എക്സിസ്റ്റിംഗ് കസ്റ്റമറുകൾ വഴിയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേജർ കസ്റ്റമേഴ്സാണ് ഇടിമണ്ണിക്കൽ ജുവലേഴ്സ്, പൈറ്റക്കുളം മാർബിൾസ്, മീഡിയ വില്ലേജ് ചങ്ങനാശ്ശേരി, സംഗീത ടെക്സ്റ്റൈൽസ്, കോട്ടയത്ത് എൽബ ട്രേഡേഴ്സ്, പിന്നെ നങ്ങേലി ആയുർവേദ ആശുപത്രി, അലോവേദ ഹോസ്പിറ്റൽ, അങ്ങനെ ഒത്തിരി പ്രോജക്റ്റുകൾ 30, 50, 100, 80 കിലോവാട്ട് നമുക്കുണ്ട്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി.